ഹലോ, നമ്മൾ രാത്രി പലർക്ക് തക്കാളി കറി ഉണ്ടാക്കുന്ന കുട്ടിൻ്റെ മാത്രം ചോറുന്ന. മിസ്റ്റർ ഇഷാൻ വന്നിട്ടുണ്ട്. ഇഷാനും കൂടി വേണ്ടിയിട്ട് തക്കാളി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഉടായിപ്പ് തക്കാളി കറി. അതിന് നമ്മൾ തക്കാളി വട്ടത്തിൽ അരിഞ്ഞിടണം. അതിന് ശേഷം എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. Guys, my video vlog is disturbing Ishan. മാതാശ്രീ മേല അതൊക്കെ അവിടെയുണ്ട്. വെളിച്ചെണ്ണ സെറ്റായി വരുന്ന സമയം കൊണ്ട് കടുക്, അല്ല ഇത് ജീരകമാണ്, ജീരകം രണ്ടാമത് അതേപോലെ കടുക് ഇങ്ങനത്തെ ആവുന്നതല്ല പറ്റില്ല, സ്വാഭാവികം. ചിലപ്പോൾ കിട്ടില്ലെന്ന് ഞാൻ കടുക് പൊട്ടിക്കാണ് ഗൈസ്. അതിന് ശേഷം ഞാനിങ്ങനെ ലൈവായിട്ട് കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നല്ലേ, ഇല്ല. ഇപ്പോൾ ഇവനുള്ളതുകൊണ്ട് അസിസ്റ്റൻറ്റ് ടീമിൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോനെ കൊണ്ടെടുത്തിരിക്കും. പിന്നെ നമ്മൾ ഈ സാധനം ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചിട്ട് വെച്ച് തക്കാളി വെള്ളം ഇട്ട് കൊടുക്കുക. ഇടും പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. രാത്രി ആയതുകൊണ്ട് അടുക്കളയിൽ ആരുണ്ട്, ഞാനൊരു മാത്രമേ. ഇത് കുടിക്കാൻ പോകുന്നതിനും അപ്പം ഞാൻ ഇതിനോട് ഇറങ്ങി നീ വ്ളോഗ് എടുക്കുക എന്നിട്ട് പോയാൽ മതി കുടിക്കാൻ. നമ്മൾ വേറെ മുളകും പച്ചമുളക് കന്നരിമുളകൊന്നും ഇടാത്തത് നമ്മൾ മുളക് പൊടി കുറച്ച് എടുത്തിട്ടില്ല. പച്ചമുളകിൻ്റെ ഭക്ഷണം എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കറിയൊന്നും ഇങ്ങനെ നമ്മൾ വെള്ളമൊന്നും വയ്ക്കുന്നില്ല, ഈ തക്കാളിയിലെ വെള്ളം തന്നെ ഉണ്ടാവും. കുറച്ച് മല്ലിച്ചപ്പ്, കരിവേപ്പില ചപ്പെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്കതൊന്നും പറിക്കാനും എടുക്കാനും പോകാനുള്ള സമയമല്ലാത്തത് കൊണ്ട് നമ്മൾ എനിക്കിത് കുറച്ച് ഗ്രേവി ടൈപ്പ് വാങ്ങുന്നതുകൊണ്ട് ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്, വളരെ കുറച്ച് വെള്ളം കൂട്ടി വെക്കുക, ഇളക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ സോസ് ഒഴിച്ചു. സോസ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒഴിച്ചതാണ്, നിർബന്ധമൊന്നുമില്ല ഒഴിക്കണമെന്ന്. പക്ഷെ നമ്മൾ ഒഴിച്ച് ഇവിടെ സോസ് കണ്ടുകൊണ്ട് അപ്പോൾ ഒരു കട്ടി റെഡ് കളറെല്ലാം വരും, പിന്നെ ഒരു ടേസ്റ്റും കൂടും. അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കാവുന്നതാണ്. പക്ഷേ ടിൻറ്റുവിന് പച്ചമുളക് വേണമെന്ന്, അങ്ങനെ ടിൻറ്റു പച്ചമുളക് മുറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മല്ലിച്ചപ്പെല്ലാം റീമാമ്മൻ പറഞ്ഞിട്ടിട്ടുണ്ട്. റീമാമ്മൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് അടുക്കളയിൽ നോക്കിയായിരുന്നു. അപ്പോൾ മല്ലിച്ചപ്പിട്ടൂടെ എന്ന് ചോദിച്ചു. നമ്മൾ മല്ലിച്ചപ്പിട്ടു. അതിന് ശേഷം ടിൻറ്റുവിൻ്റെ പച്ചമുളക് മുറിച്ച് അത് പച്ചമുളക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഓഫാക്കി വെച്ച് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന